നമസ്കാരം. ശക്തിയുടെയും ധീരതയുടെയും പ്രതീകമായ മുരുകൻ എന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ കഥ. സുബ്രഹ്മണ്യൻ, കാർത്തികേയൻ, ഷൺമുഖൻ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നു. എങ്ങനെയുണ്ടായി ഈ 6 തലകളുള്ള ദൈവം? ആ കഥ നമുക്ക് കേൾക്കാം. പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ഒരിക്കൽ താരാകാസുരൻ എന്ന ശക്തനായ അസുരൻ സ്വർഗ്ഗലോകം കീഴടക്കി ദേവന്മാരെ ഒന്നടങ്കം പീഡിപ്പിച്ചു. ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരത്തിന്റെ ബലത്താൽ അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ലായിരുന്നു. എന്നാൽ ശിവന്റെ പുത്രൻ മാത്രമേ അവനെ വധിക്കാൻ സാധിക്കൂ എന്ന ഒരു രഹസ്യം ദേവന്മാർക്ക് മനസ്സിലായി. അപ്പോൾ ശിവൻ കഠിനമായ തപസ്സിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ദേവന്മാർ സ്നേഹത്തിന്റെ ദേവനായ കാമദേവനെ സമീപിച്ചു. ശിവന്റെ തപസ് ഭംഗം വരുത്തി പാർവതി ദേവിയുമായി അദ്ദേഹത്തെ വിവാഹം കഴിപ്പിക്കുക എന്നതായിരുന്നു കാമദേവന്റെ ദൗത്യം. കാമദേവൻ തന്റെ പുഷ്പബാണങ്ങൾ ശിവൻ നേരെ തൊടുത്തുവിട്ടു. എന്നാൽ തപസ്സിന് ഭംഗം വരുത്തിയതിൽ കോപിഷ്ഠനായ ശിവൻ തന്റെ 3-ാം കണ്ണു തുറന്ന് കാമദേവനെ ഭസ്മമാക്കി. എങ്കിലും ദേവന്മാരുടെ നിരന്തരമായ അപേക്ഷകൾക്ക് ശേഷം ശിവൻ തന്റെ നെറ്റിയിലെ 3-ാം കണ്ണിൽ നിന്ന് 6 അഗ്നിജ്വാലകൾ പുറത്തേക്ക് വിട്ടു. ഈ അഗ്നിജ്വാലകൾ അനിയന്ത്രിതമായ ചൂട് പുറപ്പെടുവിച്ചതിനാൽ അഗ്നിദേവൻ അവയെ ഏറ്റെടുത്തു. അഗ്നിദേവനും ആ ചൂട് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ആ അഗ്നിജ്വാലകളെ ഗംഗാദേവിക്ക് കൈമാറി. ഗംഗാദേവി ആ അഗ്നിജ്വാലകളെ ശരവണപ്പൊയ്ക എന്ന പുണ്യ തടാകത്തിൽ എത്തിച്ചു. ആ തടാകത്തിൽ 6 അഗ്നിജ്വാലകളും 6 താമരപ്പൂക്കളിൽ 6 സുന്ദരന്മാരായ കുട്ടികളായി മാറി. ഈ 6 കുട്ടികളെ കാർത്തിക നക്ഷത്രത്തിലെ 6 ദേവിമാർ, കാർത്തികമാർ, വാത്സല്യത്തോടെ പരിചരിച്ചു. അതുകൊണ്ടാണ് മുരുകനെ കാർത്തികേയൻ എന്ന് വിളിക്കുന്നത്. ഒരു ദിവസം പാർവതി ദേവി ഈ 6 കുട്ടികളെയും ഒരുമിച്ച് കാണാൻ ആഗ്രഹിച്ചു. 6 പേരെയും വാത്സല്യത്തോടെ പാർവതിദേവി തന്റെ കൈകളിൽ എടുത്ത് ഒരുമിച്ച് ചേർത്തു. ആ നിമിഷം തന്നെ 6 കുട്ടികളും ചേർന്ന് 6 തലകളും 12 കൈകളുമുള്ള ഒരു ശരീരമായി മാറി. ഇങ്ങനെയാണ് ഷൺമുഖൻ എന്നറിയപ്പെടുന്ന മുരുകൻ ജനിച്ചത്. മുരുകൻ വളർന്നു വലുതായപ്പോൾ താരാകാസുരനെ വധിക്കുകയും ദേവലോകത്തിന് സമാധാനം തിരികെ കൊണ്ടുവരികയും ചെയ്തു. മുരുകന്റെ കൈവശമുള്ള വേൽ എന്ന ആയുധം അദ്ദേഹത്തിന്റെ ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ്. ഈ കഥ മുരുകന്റെ ദിവ്യത്വവും ധർമ്മം സംരക്ഷിക്കുന്നതിനായി അദ്ദേഹം നടത്തിയ ത്യാഗങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു.